ഞാൻ ജോമോൻ സ്പൈക്സ് ആൻഡ് പൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ലൂസിഫർ ചിക്കന് നിങ്ങൾ തന്ന സപ്പോർട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയുള്ള സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. അതിന് പ്രത്യേക ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്കിന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മളുടെ കപ്പ ബിരിയാണി. അപ്പം നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജൂൺ 28-ാം തീയതി നമ്മുടെ കപ്പയുടെ ദിവസമാണ്, വേൾഡ് ടപ്പിയോക്ക ഡേ. അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ചൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ ബീഫാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു 2 ടീസ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഒരു പിടി വെളുത്തുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഒരു പിടി, കറിവേപ്പില, പച്ചമുളക്, ഒരു 2 സവാള നമ്മൾ അരിഞ്ഞത്, വലിയ സവാളയാണ് കേട്ടോ. അപ്പം 2 സവാളയും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനെ സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയും നമ്മുടെ മസാലയെ നമുക്കൊന്ന് ചെറു തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബീഫിനെ ഇട്ട് കൊടുക്കാം. ബീഫിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇവിടെ നമ്മൾ ഒരു 800 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഹൈ റേഞ്ച് മലബാർ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലോട് കൂടിയാണ് അവർ വെക്കുന്നത്. അവർ പല പേരുകളിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. കോതമംഗല സൈഡിലൊക്കെ ആണെങ്കിൽ ഏഷ്യാടെന്ന് പറയും. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ഇടുക്കി സൈഡൊക്കെയാണ് എല്ലും കപ്പയും, അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ പ്യുവർ കപ്പ ബിരിയാണിയായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എല്ലില്ലാതെ ബീഫ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കാം. കപ്പയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി, കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം മതി. കാരണം നമ്മൾ ബീഫിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കുറച്ച് മതി, കാരണം ആ ഒരു മഞ്ഞ കളർ നമ്മുടെ കപ്പയ്ക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ബീഫ് കുക്കറിലും നമ്മുടെ കപ്പ വേകാനായിട്ട് നമ്മുടെ പാത്രത്തിലും വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഒന്ന് റെഡി ആയിട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കറിൽ ഒരു 5 വിസിലടിക്കാം. ഇതൊന്ന് നമ്മൾ ഒരു മുഴുവൻ വെന്തങ്ങ് ഉളയേണ്ട, ഒരു നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേകുമ്പോൾ നമുക്ക് കപ്പയെ ഒന്ന് ഊറ്റിയെടുക്കാം. കപ്പ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കപ്പയുടെ വെള്ളമെല്ലാം കളഞ്ഞൊന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ 1 കിലോ കപ്പയായിട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളമെല്ലാം കളഞ്ഞ് നല്ലപോലെ ഊറ്റിയെടുക്കാം. അപ്പോഴത്തേക്കിന് നമ്മുടെ ബീഫ് വെന്ത് റെഡിയാകും. അപ്പം ബീഫിനെയും കപ്പയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ ഊറ്റി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഉടയ്ക്കണ്ട, നമുക്ക് ബീഫ് റെഡിയാകുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം.
ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 5 വിസിലാണ് ബീഫ് വേവിക്കാൻ വേണ്ടി അടുപ്പിച്ചത്. എന്നിട്ട് അതിൻ്റെ ആ ആവിയെല്ലാം പോയിട്ടാണ് നമ്മൾ തുറന്നത്. അപ്പം ആവശ്യത്തിന് ഗ്രേവിയുണ്ട്, ബീഫ് വെന്തിട്ടുമുണ്ട്. നമുക്ക് എന്നിട്ട് അതിലേക്ക് നമ്മുടെ റെഡി ആയിരിക്കുന്ന കപ്പ റെഡി ആയിട്ട് ഇട്ടിരിപ്പുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ കപ്പയ്ക്കകത്തേക്ക് നമുക്ക് ബീഫിനെ അങ്ങോട്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം. മൊത്തം ബീഫിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനെ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തീയും കൂടെ വെക്കാം. നമുക്ക് നമ്മൾ ചെറുതായിട്ട് തീയൂടെ വെച്ചിട്ട് ഒന്ന് കപ്പയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ സെർവ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട പൊട്ടിച്ചവർ ഒഴിച്ചിട്ട് അത് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഇതിനെ ചെറിയൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ കളറൊക്കെ ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മേളിലോട്ട് ചെറുതായിട്ടൊന്ന് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടോ ഇതിനകത്തുള്ള ഇത് രണ്ടും കൂടെ നമ്മളിപ്പോൾ കുഴച്ചെടുത്തിരിക്കുവാണ്. ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഉണ്ടോ, അതിനെ ഒന്ന് കഴിച്ചു നോക്കാം. ബീഫിനെ ആദ്യം തന്നെ കഴിച്ചു നോക്കാം. നമ്മൾ മസാലയും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കുന്ന ബീഫെ പിടിച്ചിട്ടുണ്ട് നല്ലോണം. പിന്നെ ആ കുരുമുളകിൻ്റെ എരിവുണ്ട്, അതുപോലെ തന്നെ മുളകിൻ്റെയും. അപ്പം ആ മസാല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയിരുന്നു, ഞാൻ ഇച്ചിരി നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയൊരു പുളിക്ക് വേണ്ടി അപ്പോൾ അതും അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കപ്പ തന്നെ എന്നെടുത്ത് നോക്കാം. കപ്പ കറക്റ്റ്, അതായത് ഒത്തിരി വെന്തുടഞ്ഞു പോയിട്ടില്ല, ആ കറക്റ്റ് വേവുണ്ട്. പിന്നെ ആ ബീഫിൻ്റെ മസാലയും കാര്യങ്ങളും എല്ലാം ആ കപ്പയിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും കപ്പ ബിരിയാണിയുടെ ഹൈലൈറ്റ്. അപ്പം നല്ല ടേസ്റ്റാണ്, വീണ്ടും വീണ്ടും കണ്ടിട്ട് കഴിക്കാൻ തോന്നും. അപ്പം ഇത് അടിപൊളിയാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കൂടുതലും കോട്ടയത്തൊക്കെ ഈ കല്യാണത്തലേന്നൊക്കെ ശരിക്കും കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും പുതിയ റെസിപ്പിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.